ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് ഭയങ്കര പനിയും ശ്വാസം മുട്ടലും ഒക്കെ ആയിരുന്നുണ്ട്. കുറച്ച് ദിവസമായിട്ട് വീഡിയോകളൊന്നും ഇട്ടില്ല. അപ്പൊ ഇന്ന് വൈകിട്ട് രാത്രിയില് മക്കൾക്ക് അപ്പവും ബീഫ് കറിയും ചിക്കൻ കറിയും ഒന്നും വേണ്ട, ഇന്ന് ഇത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് വേണ്ടേ നഗൽസ് ആണ് എടുക്കാൻ പോകുന്നത്. ഇതിനകത്ത് വെച്ച് ശരിയാക്കാന്ന് വെച്ചു. ഞാൻ ഇത് തിരിച്ചെടുത്ത് കേട്ടോ. എന്താന്ന് വെച്ചാ ഇത്തിരി എണ്ണ അടിക്കാൻ ഞാൻ മറന്നുപോയി. എണ്ണ അടിക്കാൻ മറന്നുപോയത് കൊണ്ടാണ്. ഇനി നമുക്കിത് ഓണാക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒന്ന് കുറച്ച് വെക്കാം. എന്നാലേ ഇത് നല്ലതുപോലെ വേഗത്തുള്ളൂ. അതപ്പം അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് ബർഗർ ഉണ്ടാക്കാം. അത് കടയിലെ കിട്ടുന്ന അത്രയും ടേസ്റ്റ് ഒന്നും കാണില്ല. നമ്മുടെ വീട്ടിലെ രീതിയിലൊരു ബർഗർ. ഓക്കെ, നമ്മൾ ബർഗർ ഉണ്ടാക്കാൻ എടുക്കുന്ന ഇതൊക്കെ ലുലുന്ന് മേടിച്ചതാട്ടോ. ലുലുവിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇതൊക്കെ. വേണ്ടേ, പിന്നെ ബ്രെഡ് അതിന് വയ്ക്കാൻ, പിന്നെ ലെറ്റൂസിന്റെ ഇല, ചീസ്, അല്ലാതെ നമ്മുടെ ഇങ്ങനത്തെ ചീസും ഉണ്ട്. അത് നമ്മള് പിസയ്ക്ക് വെക്കുന്ന ചീസാ. പക്ഷെ ഇവിടുത്തെ മോൻ ഇഷ്ടം, അതുകൊണ്ട് അത് വേണ്ടേ. ചട്ടിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ്. ചിക്കൻ ബർഗർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ ഇത് മാത്രമേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചോളൂ. അത് നമുക്ക് വറുത്ത് കഴിഞ്ഞിട്ട് ബ്രെഡുമായിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ അതിനകത്ത് കുക്കുംബറും ക്യാരറ്റും ഒക്കെ വയ്ക്കും. ഇവിടെ അവർക്ക് വേണ്ട. പിന്നെ ഇളയാൾക്ക് ചീസും വേണ്ട. അപ്പോൾ ഒരാൾക്ക് മാത്രമേ ചീസ് വയ്ക്കുന്നുള്ളൂ. പിന്നെ ഇവിടെ ഏറ്റവും വലിയ കുഞ്ഞാവ നിന്ന് ഓടി നടന്ന് കളിക്കുന്ന കണ്ടോ. ഇതിന്റെ മണം കേട്ടിട്ടാണ് ലിയോയ്ക്ക് ഒരു രീതിയിലും ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ലിയോ ആകെ ബഹളത്തിലാണ്. ലിയോ വേണോ? ആ വരുന്നു. കിച്ചൺ അടുക്കളയുടെ അകത്തോട്ട് കയറുന്നു. എന്തുവാ എന്തു ഇവിടെ? എന്തോ വേണം? ഇങ്ങോട്ട് മാറിയില്ലേ? ഇവിടെ വാ, ഇവിടെ വാ. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. എന്ത് വരിയോ? തിരിച്ചിട്ടിട്ടുണ്ട്. ഒരാൾക്കൂടെ ബർഗർ വറുത്തെടുക്കണം. ഞങ്ങള് വറുത്തിട്ട് കാണിക്കാം. നമ്മൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് മറിച്ചിടാം. നല്ലതുപോലെ ഒത്തിരി നല്ലോണം മൂത്തില്ല, എന്നാലും നമുക്ക് ഒരു സൈഡ് മറിച്ചിട്ടിട്ട് അടുത്ത നമുക്ക് തിരിച്ചു വയ്ക്കാം. നമ്മുടെ ബർഗറിന്റെ അതവിടെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ലിയോയ്ക്കാണ് പറ്റാത്തതാണ് ഈ ചീസിന്റെ മണം, ഇതിന്റെയൊക്കെ മണം. നമ്മൾ പിന്നെ ഒന്ന് ഓണാക്കുവാണ്. രണ്ട് ബ്രെഡ് എടുത്തു, അത് മുറിച്ചിട്ടുണ്ട്.
അപ്പോൾ ഒരാൾക്ക് ചീസ് വെക്കണം. ചീസ് വെച്ചു, ഒരു ബർഗർ ഇത് വെച്ചു. പിന്നെ നമുക്ക് ലെറ്റ്യൂസിൻ്റെ ഇല ഇച്ചിരി പിച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചു. ഇതിൻ്റെ കൂടെ കുക്കുംബർ, ക്യാരറ്റൊക്കെ വെക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇവിടെ ആരും ഇത് കഴിക്കത്തില്ല. മൂത്ത മക്കളായിരുന്നു അപ്പം കഴിക്കുമായിരുന്നു. ഞാൻ ഇവിടെ ആദ്യം ഇത് ശരിയാക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ റെഡിയാക്കുമ്പോൾ ശരിയാവത്തില്ലായിരുന്നു. ഇവിടുത്തെ ചേട്ടൻ എന്നെ വഴക്ക് പറയായിരുന്നു റെഡിയാവത്തിന്. പിന്നെ നമുക്ക് അടുത്ത ഒരെണ്ണം കൂടെ വയ്ക്കാം. വെച്ചു. ഇപ്പോൾ ഒരു ചീസും കൂടെ വെക്കണം. ചീസ് ഇളകി വരുന്നില്ലല്ലോ. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാക്കണം. അന്നേരമാണ് ഇതൊക്കെ മെൽറ്റായി നല്ല രീതിയിൽ വരും. വേണ്ട, ഇവിടെ ഇച്ചിരി ചീസ് വെച്ചിട്ട് ഇതുണ്ടല്ലോ, ഇവരെ എടുത്ത് ഇത്തിരി അങ്ങനെ നീളത്തിലൊക്കെ അങ്ങ് ഇടണം. വേണ്ടേ, അലങ്കരിക്കാൻ പറ്റുന്ന പോലെയൊക്കെ നമ്മളങ്ങ് അലങ്കരിച്ചു കൊടുത്തേക്കണം. അത്തക്കള ഇടുവാന്നൊക്കെ വിചാരിച്ചാലും മതി. വെള്ളപ്പൂവിട്ടോ ചുമന്ന പൂവിട്ടോന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ നമുക്ക് ഇവനെ എടുത്ത് ഇതിനകത്ത് വെക്കും. വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെയും കൂടെ എടുത്ത് വെച്ചിട്ട് പോയി നമുക്ക് ചൂടാക്കാം. ഇതിനൊന്നുമില്ല, അവനൊന്നും വേണ്ട. ഇതാണ് ചൂടാകുമ്പോഴത്തേക്ക് നല്ലോണം ഇതാവുന്നത്. എന്നാലും നമ്മൾ ഇയാളെയും കൂടെ ഒന്ന് ചൂടാക്കും. നമുക്ക് മൈക്രോവേവ് ഓണാക്കി എടുത്തോന്ന് ഇതിനകത്തൊരു 5 മിനിറ്റ് ഇരിക്കട്ടെ. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഓപ്പൺ ആക്കാം. കണ്ടോ, ചീസ് എല്ലാം ഉരുകി ഇറങ്ങി നല്ല സൂപ്പറായിട്ടിരിക്കുന്നു. ഇതിനകത്ത് പക്ഷെ ഇലയൊക്കെ മറ്റേ ക്യാരറ്റും കുക്കുംബറും ഒക്കെ വെച്ചെങ്കിൽ കുറെ കൂടെ സൂപ്പർ ആയേനെ. പിന്നെ നമ്മളെ കൊണ്ട് ഒക്കുന്ന സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതും കൂടെ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. എനിക്കാണെങ്കിൽ നമ്മളെ ഇതിനകത്ത് വെച്ചായിരുന്നു നമ്മള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അങ്ങനെയാണെങ്കിൽ എണ്ണയിലിട്ട് വറുത്ത് വേണമെന്ന്, അപ്പൊ അങ്ങനെ എടുക്കുക. ഒരാൾക്ക് മതി, ഒരാൾക്ക് വേണ്ട. ഇത്തിരി ഉപ്പിടുക. ലിയോടെ കുര കേട്ട് പേടിച്ചു പോയി. അവന് കുരുമുളക് വേണ്ട, ഇത്തിരി മുളക് പൊടി ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇത്തിരി മുളക് പൊടി ഇടുവാണേ. ഇത് ഐസൊന്നും എടുത്തിച്ചിട്ട് നേരെ വായി വെച്ചിട്ടേ, അതുകൊണ്ടാണ് ഒന്ന് പൊടിഞ്ഞതുപോലെ തോന്നുന്നത്. ഇതിനകത്തെ എണ്ണയൊക്കെ ഒന്ന് മാറ്റാൻ നമ്മൾ എണ്ണ മൊത്തത്തോടെ കൊടുക്കുന്ന കുഴപ്പമാണല്ലോ. അപ്പോൾ ഞാൻ എന്താ ക്ലീനക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് മാറ്റാം. ഞാൻ മുളക് പൊടി കുറച്ചേ ഇട്ടോളൂ. എനിക്ക് സംശയമായോണ്ട് ഇനി എരിവാണോ എന്ന് പറയുവോ എന്തൊക്കെ പറയുവോ എന്നറിയില്ലല്ലോ. എണ്ണയിൽ വറുത്ത് കൊടുക്കാറില്ല. നഗൽസ് ചെയ്യുന്നതൊക്കെ നമ്മൾ അതിനകത്ത് വറുത്തേ കൊടുക്കത്തുള്ളൂ. അപ്പൊ എണ്ണമയോ ഒന്നും ചെല്ലത്തില്ലല്ലോ എന്ന് വെച്ചു. അപ്പൊ പുള്ളിക്കിന്ന് ഇങ്ങനെ വേണം. ആരോ സ്കൂളിൽ കൊണ്ട് കൊടുക്കും പോലും ഇങ്ങനൊക്കെ. അത് നല്ല ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. നമ്മുടെ അതിൻ്റെ അത്രയും ടേസ്റ്റ് വരുമോന്നൊന്നും എനിക്കറിയത്തില്ല.
നമ്മള് ഒരു പട്ടിക്കാടിൽ നിന്ന് വന്നതാണ്. ഇങ്ങനത്തെ ഉള്ളതൊന്നും നമുക്കറിയില്ല. നമ്മളിവിടെ വന്നാണ് നഗൽസും ബർഗറും. വന്നിട്ടിപ്പോ 10-15-16 കൊല്ലമായി. ഇപ്പൊ ഇത് റെഡിയായിട്ടുണ്ട്. എടുത്താണ്ടേ ഇതും റെഡിയായിട്ടുണ്ട്. അവർക്ക് കൊടുക്കാം. ഞാൻ പറഞ്ഞു ചിക്കൻ നഗൽസ് എന്ന്. പക്ഷെ ഇതിന് ചിക്കൻ നഗൽസ് എന്നല്ലെന്ന് പോലും. എന്തായിരുന്നു എല്ലാ യൂട്യൂബർമാരും അറിയത്തില്ല. അയ്യോ എന്നെ കാണാൻ നിങ്ങളെല്ലാം തിരക്കി. പിന്നെ എല്ലാരും അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിക്കുക. ഞാനും ഓണമൊക്കെ ചെറുതായ രീതിയിൽ ആഘോഷിക്കണം എന്ന് വിചാരിക്കുന്നു. ഇത്തിരി പനിയൊക്കെ കുറയാൻ വേണ്ടി കുറഞ്ഞായിരുന്നെങ്കിൽ ഇത്തിരി വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. അതൊന്നും നടക്കുന്നില്ല. എന്റെ കാര്യത്തിലെല്ലാം അങ്ങനെ തന്നെയാണ്. ഞാനൊരു വീഡിയോ എടുത്ത് ഇങ്ങനെ എനിക്ക് കയറി വരുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്റെ വീഡിയോകളൊക്കെ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളെന്നാ പോവട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഗുഡ് നൈറ്റ്.